ഞാൻ പുത്തനത്താണിയിലുള്ള ചേലൂരിലെ മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ ആരിസ് കായക്കൊടിയുടെ അനുമതിയോടുകൂടിയും അറിവോടുകൂടിയും അവിടെ നടന്ന അപകടകരമായ ഒരു ജിന്ന് ചികിത്സയെ ഞാൻ പ്രതിപാദിച്ചു. അതെന്തായിരുന്നു? മിസ്റ്റർ ഗ്ലോബൽ ഇസ്ലാമിക് മിഷനിലെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജിന്ന് ബാധയുണ്ട് എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ 3 ദിവസം അവിടെ ഖുർആൻ ഓത്തും മറ്റു പരിപാടികളുമൊക്കെയുള്ള ചികിത്സ നടത്തി. പിന്നീട് ഒരു തിരക്ക് കാരണം ഞാൻ പോയപ്പോൾ അവിടേക്ക് മിസ്റ്റർ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ്റെ സജീവ പ്രവർത്തകയായ വനിതാ വിങ്ങിൽപ്പെട്ട ഈ ചികിത്സ നടത്തുന്ന ഒരു ബീവിത്തെ ആരിസ് കായക്കൊടിയുടെ അനുമതിയോടുകൂടി തന്നെ അവിടെ കൊണ്ടുവരികയും മുജാഹിദ് ബാലുശ്ശേരിയുടെ വീടിൻ്റെ മുകൾ ഭാഗം ആ ഫാമിലിക്ക് ഉറങ്ങാനും പിന്നെ അവിടെ വിശ്രമിക്കാനുമൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും അതിന് താഴ്ഭാഗത്ത് ആ മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ ചികിത്സിക്കുകയും അങ്ങനെ സിഹറാണ് എന്ന് നിഗമനത്തിലെത്തിയതിന് ശേഷം ആ സിഹർ വയറ്റിൽ നിന്ന് ഛർദ്ദിപ്പിക്കുന്നതിന് വേണ്ടി എന്തോ മരുന്ന് കൊടുത്തു. ആ മരുന്ന് കൊടുത്ത് അതെല്ലാം വളരെയധികം അപകടകരമായ അവസ്ഥയിലേക്ക് എത്തി. മൂക്കിലൂടെ ബ്ലഡ് വന്നു, വായിലൂടെ ബ്ലഡ് വന്നു. അങ്ങനെ ഡിപ്രഷനായി നിലവിളിയായി ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ ആ കുടുംബം വല്ലാത്തൊരു ആശങ്കയിലും മംഗലാപ്പിലുമായിരുന്നു. ഒരു നൂലിഴക്കാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതൊക്കെ രക്ഷപ്പെട്ടത്. അവിടെ മുജാഹിദ് ബാലുശ്ശേരി എത്തുകയും അങ്ങനെ ജിന്ന് കയറിയാൽ സിഹർ ഇളക്കുമ്പോൾ മരുന്ന് കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഈ അന്ധവിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ച് മുജാഹിദ് ബാലുശ്ശേരി എന്ന മുജാഹിദ് എന്ന പേരുള്ള ബാലുശ്ശേരിക്കാരൻ, ആ പിതാവ് ആ പേരൊക്കെ ഇട്ടത് തന്നെ ആർജവത്തോടു കൂടി തൗഹീദ് പറയണം, അത് പ്രവർത്തിക്കണം എന്ന ഒരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ ആ പേര് സ്വീകരിച്ച വ്യക്തി പോലും അവിടെ വന്ന് ഈ അന്ധവിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ച് കൊടുക്കുക എന്ന് മാത്രമല്ല, മുജാഹിദ് ബാലുശ്ശേരിയുടെ ആ വീട്ടിനകത്ത് തന്നെ സിഹർ ഉണ്ടായിരുന്നു എന്നും ആ സിഹർ കശ്ഫിലൂടെ ഈ ബീവിത്തെ കണ്ടു എന്നും അത് ഞാൻ വെച്ചതല്ല ആശാരി വെച്ചതായിരിക്കും എന്ന് പറഞ്ഞ് ബാലുശ്ശേരി ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഭയപ്പാട് പ്രഖ്യാപിക്കുകയും അങ്ങനെ ആ വീട് പിന്നീട് ആരിസ് കായക്കൊടിക്ക് വിൽക്കുകയും ചെയ്തു.